നല്ല കൂർക്കയുണ്ടോ? എന്നാൽ നമുക്കൊരു ബീഫ് കറി വെച്ചാലോ? അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുള്ളൂ. എനിക്ക് ബീഫ് കറി കഴിക്കാനൊരു പൂതി. അത് കൂർക്കയിട്ട് വെച്ചിട്ട് നന്നായി കഴുകി അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് സബോള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചതിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മീറ്റ് മസാല, അതുപോലെ തന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, കാശ്മീരി ചില്ലി, കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. അതൊക്കെ സെറ്റായിട്ട് നന്നായിട്ട് കുഴച്ച് നമുക്കിത് മൂടി വെച്ച് അടുപ്പമ്മ വെച്ചതിന് ശേഷം നമ്മൾ വേറെ കുറച്ച് കൂർക്ക തൊലി കളഞ്ഞിട്ട് വേവിക്കാൻ വെക്കണം കേട്ടോ. ഞാൻ പിന്നെ എക്സ്ട്രാ മസാലയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബീഫ് കറിയാണ്. നമുക്ക് വേഗം ബീഫ് കറി വേണം തോന്നിയാൽ വെക്കാവുന്ന തരത്തിലുള്ളൊരു ബീഫ് കറി. അപ്പോൾ ഞാൻ പിന്നെ ചെയ്തത് ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, ഉള്ളി ഇട്ടു. അത് ചെറിയ ഉള്ളി കേട്ടോ. അത് ഇട്ടതിന് ശേഷം നന്നായി മൂത്തതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും എക്സ്ട്രാ ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് വഴന്നതിന് ശേഷം നമ്മൾ വെവിച്ച് വെച്ച കൂർക്ക അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് തട്ടി കൊടുത്ത് മല്ലിയില ഇട്ടു. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ സെറ്റായി വന്നു. പിന്നെ നമുക്ക് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ പരിശോധിച്ചില്ലെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക.